സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ മാം. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വെബിനാറുകൾ നടത്തി വരുന്നു. വ്യത്യസ്തമായ ഫാക്കൽറ്റീസ് അവരുടെ അറിവുകൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ നിങ്ങളുടെ കരിയറിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാൻ ഹെൽപ്പ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടാപ്പ് ആൻഡ് റിലീസ് എന്ന് വളരെ മനോഹരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഞാൻ ടോപ്പിക്കിനെ കുറിച്ച്, ടാപ്പ് ആൻഡ് റിലീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം ഇന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സോ അത്തരത്തിൽ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സ്റ്റെഫി മാം ആണ്. മാം ഒരു സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, EFT പ്രാക്ടീഷണർ ആണ്, തെറാപ്യൂട്ടിക് ന്യൂട്രീഷണൽ അഡ്വൈസർ ആണ്, അതോടൊപ്പം ഒരു വെൽനസ് കോച്ച് കൂടിയാണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ഹീലർ എന്ന ഒരു വർക്ക്ഷോപ്പ് മാം നടത്തി വരുന്നുണ്ട്. അതിന്റെ 2 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ 3rd ബാച്ച് ഒരു 10 days വർക്ക്ഷോപ്പ് ആയിട്ട് നമ്മൾ അതിന്റെ 3rd ബാച്ച് November 5th സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മാമിന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത പലരെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മനോഹരമായ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. കഴിയുന്നവരൊക്കെ വീഡിയോ മോഡ് ഓൺ ചെയ്ത് വരിക. ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വീഡിയോയിൽ വരിക. മാക്സിമം പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഒത്തിരി ഹെൽപ്പ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെഫി മാമിനെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത് മാം. നല്ലൊരു എല്ലാ ദിവസവും പോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോ തന്നതിന് ഒത്തിരി താങ്ക്സ്. ആൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിംബിൾ അക്കാദമിക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ഒപ്പം എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനും ഫൈസൽ സാറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ഈ ഒരു ടൈമിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് വേണ്ടി സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് വെരി അപ്രീഷ്യബിൾ. അപ്പോൾ ഈ ഒരു ടൈമിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 25 പേര് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. ആൻഡ് ഇപ്പോൾ സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആയിട്ട് ചെയ്യുന്നു. എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ചെറിയ രീതിയിലുണ്ട് മാം, ചെറിയ രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അന്നേരം നമുക്കൊന്ന് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മെഡിറ്റേഷൻ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചക്ര ബേസ്ഡ് മെഡിറ്റേഷനിലാണ്. നമ്മുടെ എനർജി ബ്ലോക്സിനെയും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്ത് ചക്ര ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസിങ്ങും റീ അലൈൻമെന്റും അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്ക് ചെയ്ത് വരുന്നു. ആൻഡ് ഈ ഒരു 1 hour സെഷൻ നമ്മുടെ ഈ ഒരു ടൈമിൽ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ടാപ്പ് ആൻഡ് റിലീസ് എന്നുള്ളതാണ്. We can tap on specific energy points in our body with our fingertips. നമ്മുടെ ശരീരത്തില് സ്പെസിഫിക് ആയിട്ടുള്ള ചില എനർജി സെന്റേഴ്സ് അല്ലെങ്കിൽ മെറിഡിയൻ പോയിന്റ്സിൽ നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മുടെ ആ ഒരു ഹെഡിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ടാപ്പ് ആൻഡ് റിലീസ്. എന്താണ് റിലീസ് ചെയ്യുന്നത്? ബ്ലോക്ക്ഡ് ഇമോഷൻസ്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ we can tap on specific energy points or pressure points in the body with our fingertips, address your emotions or stress while tapping. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇമോഷൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള എനർജി പോയിന്റ്സിൽ ടാപ്പ് ചെയ്യലാണ് നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് EFT അഥവാ ടാപ്പിംഗ് എന്നൊക്കെ നമുക്കതിന് പറയാം. EFT മീൻസ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതിൽ EFT പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കാവോ? EFT ചെയ്ത് പ്രാക്ടീസ് ഉള്ളവര്
ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ആരെങ്കിലും ഉണ്ടോ? EFT ട്രൈ ചെയ്തിട്ടുള്ളവര്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാവോ? ആരുമില്ലേ? അറ്റ്ലീസ്റ്റ് യൂസ് പറഞ്ഞോളൂ. ഇല്ല. പറയൂ. പരിചയമില്ല. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇല്ല ഇല്ല, പരിചയമില്ല. ഓക്കെ ഫൈൻ. ഓക്കെ അപ്പോ മാം, ഇവിടെ ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. ഞാന് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് EFTയുടെ. ഞാൻ 1-2 തവണ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ത്രൂ ഔട്ട് നമ്മൾ ചെയ്താലല്ലേ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബെനിഫിറ്റിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ നമുക്ക് ഈ ടാപ്പിംഗ് പോയിന്റ്സുകൾ കറക്റ്റ് ആയിട്ട് അറിയാം. എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അഫർമേഷൻസ് ഉണ്ടാക്കണേന്നുള്ളതും അറിയാം. യൂസ് ചെയ്യാറില്ല പക്ഷെ. ഓക്കെ, ശരി. അപ്പോ EFT ഡീറ്റെയിൽ ആയിട്ട് അറിയാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത്. എന്തിനാണ് ഈ ടാപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഇമോഷൻസ് അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു എനർജി പോയിന്റ്സിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമ്മുടെ സെൻസറി അല്ലെങ്കിൽ സൈക്കോ സെൻസറി സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് സ്കിൻ റിസീപ്റ്റർ എന്ന് പറയും. അതിലൂടെ നമ്മളൊരു സിഗ്നൽ പാസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചില അഫർമേഷൻസിലൂടെ നമ്മുടെ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ നെർവ്യസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ബ്രെയിനിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ അമിഗ്ഡാല. അമിഗ്ഡാലനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഭയം, ആശങ്ക, കോപം, ഈ വികാരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ അമിഗ്ഡാല എന്ന് പറയുന്നത്. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ പാർട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന, ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്കിൻ റിസീപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആകുകയും അതോടൊപ്പം നമ്മൾ ഈ അഫർമേഷൻസും കൂടി കൊടുക്കുമ്പോൾ ബ്രെയിൻ തോട്ട് സം ഇൻസ്ട്രക്ഷൻസ്, എന്തോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് അത് മനസ്സിലാക്കുകയും നമ്മുടെ ഈ പറഞ്ഞ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ നിന്ന് പതുക്കെ നമ്മൾ ഒരു റിലാക്സിങ് മോഡിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് അവിടെ എടുക്കുകയാണ്. ഇതാണ് മെയിനായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു മെയിനായിട്ടുള്ള എന്താ പറയാ അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഓരോ സമയത്തും പല രീതിയിലുള്ള സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനിലാണ് അല്ലേ? സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് വെദർ ഇറ്റ്സ് കം ഫ്രം ഹെൽത്ത്, ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ സ്ട്രെസ് അല്ലേ? കണ്ടിന്യൂസ്ലി നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് വി ഗെറ്റ് അപ്സെറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഫൈനാൻഷ്യലി നമുക്ക് പ്രോബ്ലംസ് വരികയാണ്, വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ സ്ട്രഗിൾസിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നമ്മളിങ്ങനെ എന്താണ് പറയുക, ഒരു ലൂപ്പ് പെട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യാണ്. ആ ഒരു കണ്ടീഷനിലും നമ്മുടെ ബോഡി എന്താകുകയാണ്, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് നീങ്ങുകയാണ്. ദെൻ റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെ, കണ്ടിന്യൂസ്ലി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇറ്റ് ഓൾസോ ക്രിയേറ്റ് സ്ട്രെസ്. അത്തരത്തിൽ പല രീതിയിൽ വർക്ക് ആണെങ്കിൽ, വർക്ക് പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അതുപോലെ തന്നെ. അങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ സ്ട്രെസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻ കണ്ടിന്യൂസ്ലി അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ സ്ട്രെസ്സിലൂടെ മൂവ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ബോഡി ഒരു അലേർട്ടിങ് കണ്ടീഷനിലേക്ക് പോവാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ നമ്മുടെ അഡ്രിനാൽ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് നമുക്ക് ഒരു അലേർട്ട് വരുന്ന സമയത്താണ്, ഒരു ഡേഞ്ചർ കണ്ടീഷനിൽ എത്തുമ്പോഴാണ്. അപ്പോൾ അതിനർത്ഥം പാമ്പ് കടിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ആന കുത്താൻ വരുന്ന സമയത്തോ മാത്രമല്ല നമ്മുടെ ബോഡി ഈ അലേർട്ടിങ് കണ്ടീഷനിലേക്ക് പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ സഫർ ചെയ്യേണ്ടി വരുന്ന ഈ ഇമോഷണൽ സ്ട്രഗിൾസിലും നമ്മുടെ ബോഡി ഇതേ കണ്ടീഷനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബോഡി ആ ഒരു അലേർട്ടിങ് സ്റ്റേജിൽ എത്തുമ്പോൾ അമിഗ്ഡാല ആക്ടിവേഷൻ ആകുകയും അത് ഓവറായിട്ട് ആക്ടിവേറ്റഡ് ആകുന്ന സമയത്ത്
അഡ്രിനാലും കോർട്ടിസോളും അതുപോലെ ഉയർന്ന് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, എന്താണ് എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് എൻ്റെ കറണ്ട് കണ്ടീഷൻ, ഐ ആം ഗോയിങ് ത്രൂ ദാറ്റ് കൈൻഡ് ഓഫ് സ്ട്രെസ് എന്നുള്ളത് നമ്മളോട് ചോദിച്ചു നോക്കാം. അങ്ങനെയെങ്കിൽ ഈ അമിഗ്ഡാല ഓവർ ആക്ടിവേറ്റഡ് ആകുക അല്ലെങ്കിൽ അഡ്രിനാലും കോർട്ടിസോളും പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടുക, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ മെയിൻലി നമുക്ക് 2 രീതിയിൽ ഈ റിയാക്ഷൻസിനെ വായിച്ചെടുക്കാം. ഒന്ന് നമുക്ക് ഫിസിക്കലി ഉണ്ടാവുന്ന ചേഞ്ചസ്, 2 നമുക്ക് ഇമോഷണലി ഉണ്ടാവുന്ന ചേഞ്ചസ്. ഫിസിക്കലി മെയിൻലി പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് എടുക്കുക, ഹാർട്ട് റേറ്റ് കൂടുക, അതുപോലെ മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റൺ ആവുക, എസ്പെഷ്യലി ഇൻ ദ ഏരിയ ഓഫ് നമ്മുടെ ചെസ്റ്റിൽ മസിൽസ് ഒക്കെ ഒന്ന് എന്താണ് പറയുക, ആ ഏരിയയിലൊക്കെ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, നമ്മുടെ ഓവറോൾ ബോഡി മസിൽസ് വളരെ സ്റ്റിഫായിട്ട് നിൽക്കാൻ തുടങ്ങുക. ദെൻ സ്റ്റൊമക്കിൽ നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യാം. ചില സിറ്റുവേഷൻസ് നമുക്കറിയാം, നമ്മളിപ്പം ഇപ്പൊ ഇതിനിടയ്ക്ക് എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ബോസ് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും വർക്ക് തന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്റ്റൊമക്കിലൊക്കെ എന്തൊക്കെയോ ഭാരം വരുന്നത് പോലെ, എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ആണ്, തളർന്നു പോകുന്നത് പോലെ തോന്നുന്നു മാം, എന്താണ് അല്ലേ? ചില കണ്ടീഷൻസ് ആണത്, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ കൈകള് ഒന്നിക്ക വളരെയധികം സ്വെറ്റി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ തണുത്തുറച്ചതുപോലെ നമ്മൾ മരവിച്ചതുപോലെ ആകുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എത്തുക. ഇതൊക്കെയാണ് ഫിസിക്കലി ചേഞ്ചസ് വരുന്നത്. നമ്മളൊരു ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ, ഒരു അലേർട്ടിങ് കണ്ടീഷനിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു സിംറ്റം. അതേപോലെ ഇമോഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ്, ഫിയർ വിത്തൗട്ട് എ റിയൽ റീസൺ. എന്താണ് ഈ ഫിയർ വിത്തൗട്ട് റിയൽ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാവോ? ഒരു എക്സാമ്പിൾ പറയാവോ? ഫിയർ വിത്തൗട്ട് റിയൽ റീസൺ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആരെങ്കിലും ഒന്ന് പറയാവോ? ഫോബിയാസ് അല്ലേ? കേട്ടില്ല. ഫോബിയാസാ? ആ, ഫോബിയാസ് വരും. ആ, യെസ് യെസ്, കറക്റ്റ്. വെറുതെ ഇങ്ങനെ തോന്നുക, ആരോ കത്തിയിട്ട് പിന്നാലെ കൂടുന്നുണ്ട് തോന്നുക, കൊല്ലാൻ വരുന്നുണ്ട് തോന്നുക, ഷാഡോസ് ഒക്കെ കാണുക അല്ലെ? ഇല്ലാത്ത ചില കാണുക. ഓക്കെ ഓക്കെ, ഞാൻ വരണല്ലേ ഡോക്ടറെ, ഇളക്കുണ്ടാക്കണമെങ്കിൽ ഞാൻ മൈക്ക് ഓഫ് ആക്കി, ഞാൻ വീണ്ടും ഓടി വന്നതാ ചോദിച്ചപ്പോ. ഓക്കെ, അപ്പോ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു ഹൊറർ മൂവി കാണുക എന്ന് വിചാരിക്കും. ഓക്കെ, ഹൊറർ മൂവി കണ്ടുകൊണ്ട് നമ്മൾ അതിലിങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് പുറകിലൂടെ ഒരാൾ വന്ന് പേടിപ്പിച്ച എന്താ സംഭവിക്കുക? നമ്മളങ്ങ് തെറിച്ചു പോകും അല്ലെ? അപ്പം എല്ലാവർക്കും അങ്ങനെയല്ലേ, ചില സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിക്കാം. അപ്പോ അവിടെ നമുക്കറിയാം അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല നമ്മൾ ആക്ച്വലി ഉള്ളതെന്നും അത് റിയൽ അല്ല എന്നുള്ളതും നമുക്കറിയാം. ബട്ട് സ്റ്റിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ അതും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ സംഭവിക്കുന്നതാണ് അല്ലേ? അതേപോലെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഫോബിയോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ അടുത്ത് മറ്റു പല പ്രസൻസും നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയാം ഇറിറ്റേഷൻ തോന്നുക, ആങ്കർ ഇഷ്യൂസ്, അഗ്രഷൻ വരിക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലൈഫിൽ റൺ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നെങ്കിലും സ്ട്രെസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പഠിച്ചു വെക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നമുക്കത് യൂസ് ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് ഈ പറയുന്ന രീതിയിൽ കാം ഡൗൺ ചെയ്യാനും റിലാക്സ് ചെയ്യാനും നമുക്ക് ഈ മെത്തേഡ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെറിഡിയൻ പോയിന്റ്സിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ നെർവിയസ് സിസ്റ്റത്തിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ ആ ഒരു സിഗ്നൽ കൊടുക്കുന്നു, അതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അമിഗ്ഡാല എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു ആക്ടിവേഷൻ കുറയുകയും നമ്മളൊരു കാമിങ് മോഡിലേക്ക്, ഒരു റിലാക്സിങ് മോഡിലേക്ക് മാറുകയും ചെയ്യാണ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് EFT വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ആ ഒരു ഫേസസ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഓക്കെ,
ആൻഡ് ഹിയർ നമ്മൾ ഈ പറയുന്ന ഇമോഷൻസിനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇമോഷൻ എന്താണെന്ന് അറിയണം അല്ലെ. ഇമോഷൻ മീൻസ് എനർജി ഇൻ മോഷൻ. ഇമോഷൻ മീൻസ് എനർജി ഇൻ മോഷൻ. ദാറ്റ് മീൻസ് എവറി ഇമോഷൻസ്, നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ തോട്ട്സും ഓരോ ഇമോഷൻ ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം. ആ ഇമോഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. വെദർ ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ നമുക്കറിയാം ത്രൂ ഔട്ട് അവർ ബോഡി ഈ ഒരു ലൈഫ് ഫോഴ്സ് എനർജി പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെ. നമ്മൾ അതുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നത്. സോ ആ പ്രാണ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഫോഴ്സ് എനർജിയുടെ ആ ഒരു എനർജി ഫ്ലോനെ ഈ പറയുന്ന ഇമോഷണൽ ബ്ലോക്സ് ഇംബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയും. When we suppress our emotions inside our body, it will create imbalance in our energy flow. So അതിനെ നമ്മൾ റിലീസ് ചെയ്യലാണ് ഈ പറയുന്ന ടാപ്പിങ്ങിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും ഈ മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ് റിലാക്സേഷനിലൊക്കെ വരുന്ന സമയത്ത് അഫർമേഷൻസ് പറയാറുണ്ട് അല്ലെ. പോസിറ്റീവ് അഫർമേഷൻസ് പറയാറുണ്ട്. അതുപോലെ ചില സർട്ടൺ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അതുപോലെ അഫർമേഷൻസ് യൂസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യം, വർഷങ്ങളായിട്ട് ഞാൻ അഫർമേഷൻസ് പലതും മാറി മാറി ചെയ്യുന്നുണ്ട്, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്ക് എന്തില്ല, ഒരു റിസൾട്ടും ഇല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞിട്ടും നമുക്ക് റിസൾട്ട് കിട്ടാത്തത്? For example, if a person repeat, I am healthy, I am wealthy, I earn 1 lakh rupees per month, I am safe, I am happy, ഇതൊക്കെ ആളിങ്ങനെ വായയിലൂടെ അല്ലെങ്കിൽ വേർഡ്സിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് അയാൾക്ക് എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. ബിക്കോസ് നമ്മൾ വേർഡ്സിലൂടെ ഇത് പറയുന്നുവെങ്കിൽ പോലും ഇൻസൈഡ് ഹിം ഹിസ് ഫീലിംഗ് എന്താണ്, അദ്ദേഹത്തിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഐ എം നോട്ട് ഓക്കെ. ഈ ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയാണ് ഐ എം അബണ്ടന്റ്, ഐ ഏൺ ദിസ് മച്ച്, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി. ആ സമയത്ത് എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? ലോജിക്ക് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറയണ ഓക്കെ ഐ എം ഹെൽത്തി എന്ന് പറയുന്ന സമയത്ത് ഇസ് ഇറ്റ് ട്രൂ എന്നുള്ള ചോദ്യം ഇങ്ങോട്ടേക്ക് ചോദിക്കുക. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം നമ്മൾ പറയുന്നത് പച്ചക്കള്ളത്തരാണ് അല്ലെ. അപ്പോൾ ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. ചില അഫർമേഷൻസ് കംപ്ലീറ്റ് ഇപ്പോൾ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഹോപ്പിനൊപ്പിനോ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ പല പ്രാക്ടീസസ് നമ്മൾ ചെയ്യാറുണ്ട് പല കാര്യങ്ങൾക്ക്. ഇതൊക്കെ ചെയ്യുമ്പോൾ അഫർമേഷൻസ് യാന്ത്രികമായിട്ട് പറഞ്ഞ് ഒരുപാട് സമയം അവർ അതിനു വേണ്ടി ചെലവഴിക്കും. എന്നിട്ട് റിസൾട്ട് കിട്ടാതാകുന്ന സമയത്ത് ദേ ഫീൽ ഡിസപ്പോയിന്റഡ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ കാര്യം? വാക്കുകളുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതല്ല അവർക്കുള്ളിൽ ഫീൽ ചെയ്യുന്നത്. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മുടെ വൈബ്രേഷൻ, നോട്ട് അവർ വേർഡ്സ്. വേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതൊരു നമ്മൾ പറയില്ല ഒരു ബ്രിഡ്ജാണ്. എന്നിരുന്നാലും വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതാണ് ആക്ച്വലി നിങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വാക്കുകൾ കൊണ്ട് എങ്ങനെയും നമുക്ക് സംസാരിക്കാം, എന്തും പറയാം, പക്ഷേ ഇൻസൈഡ് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അഫർമേഷൻസ് ആണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും എന്താണെങ്കിലും വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഉള്ളിൽ നമുക്കത് ലോജിക്കലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഓരോ അഫർമേഷൻസും സബ് കോൺഷ്യസ് മൈൻഡ് റിജക്ട് ചെയ്യും. ഒരു ദയവും ഇല്ലാതെ അതിങ്ങനെ റിജക്ട് ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അതിന് ഒരു പ്രശ്നമായിരിക്കില്ല. ഓക്കെ, സോ അതിന് കൃത്യമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇവിടെ നമ്മൾ EFT ഉപയോഗിക്കുന്നത് ഇവിടെ ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നമ്മൾ അതിനെ പറയുന്ന പേരാണ് ബൈപ്പാസ് ദ ലോജിക് എന്ന് പറയും, ഒരു ഷോർട്ട് കട്ട്.
ലോജിക്കിനെ ഇല്ലാതാക്കാതെ തന്നെ നമ്മളെ ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. യാന്ത്രികമായിട്ടല്ലാതെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറയില്ലേ. EFT ആക്ച്വലി വർക്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ മെറിഡിയൻ പോയിന്റ്സിൽ ഐ വിൽ ടീച്ച് യു മെറിഡിയൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഇത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോ സെൻസറി സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുകയും അതിലൂടെ ഒരു മെസ്സേജ് പാസ് ആവുകയും ചെയ്യുകയാണ്. സ്കിൻ റിസീപ്റ്റേഴ്സ് എന്ന് പറയും. ഡയറക്ട്ലി നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ടാപ്പിംഗ് ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾസ് ആർ ടാപ്പിംഗ് ലൈക്ക് ദിസ്. വളരെ ഹാർഷായിട്ട് വളരെ ഹാർഡായിട്ട് ടാപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് നോട്ട് ലൈക്ക് ദാറ്റ്. നോട്ട് ചെയ്ത് വെക്കുക, മൃദുവായിട്ട് ഏറ്റവും ജെന്റിൽ ആൻഡ് സോഫ്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ടാപ്പിംഗ് പോയിന്റ്സ് ഒക്കെ പഠിക്കുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ മൃദുവായിട്ട് എങ്ങനെയാണ് നമുക്കതിനെ ടാപ്പ് ചെയ്ത് നമ്മുടെ സെൻസറി ആക്ടിവേറ്റഡ് ആക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് ടാപ്പിങ്ങും കൂടി ചെയ്യേണ്ടതാണ്. കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. മാക്സിമം ആൾക്കാർ വീഡിയോ ഓൺ ആക്കുക കേട്ടോ. അപ്പോഴല്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമുക്ക് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ മെറിഡിയൻ പോയിന്റ്സ് അല്ലെങ്കിൽ ടാപ്പിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് കരാട്ടെ ചോപ്പ്, side of your hands. Okay, karate chop. Next, tip of your eyebrows. Then eye tip, under eye, under nose, under lip. Then collarbone, under armpit, top of the head, center of chest. മെറിഡിയൻ പോയിന്റ്സ് ഇത് മാത്രമല്ല, ഒരുപാട് നമ്മുടെ ഫിംഗർ ടിപ്സിലൊക്കെ മെറിഡിയൻ പോയിന്റ്സ് വരുന്നുണ്ട്. നോർമലി യൂസ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ 9 യൂസ് ചെയ്യാറുണ്ട്, ചില സ്ഥലങ്ങളിൽ 10 മെറിഡിയൻ പോയിന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സെന്റർ ഓഫ് ചെസ്റ്റ് ഇല്ലാതെ 9 പോയിന്റ്സ് ആണ് പറയുന്നത്. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് 10 വരും. Again, I will repeat. First one, karate chop. Then tip of your eyebrows, tip of your eyes, under eye, under nose, under lip, collarbone, under armpit, top of your head, center of chest. Okay, point കിട്ടിയോ? ഓക്കെ അല്ലേ? മാം ലാസ്റ്റ് പോയിന്റ് ടോപ്പ് ഓഫ് ഹെഡ് കഴിഞ്ഞിട്ട് സെന്റർ ഓഫ് ചെസ്റ്റ്. ഓക്കെ മാം, പിന്നെ ഈ അണ്ടർ ആംപിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ആംപിറ്റും യൂസ് ചെയ്യുമല്ലോ അല്ലേ? അത് നമ്മൾ പറയല്ലോ, അതാണ് നമുക്ക് കുറച്ച് സേഫ്. ഇവിടെ ടാപ്പ് ചെയ്താലോ ടാപ്പ് ചെയ്താലോ ഓക്കെ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ദെൻ ഇതിലേക്ക് EFTയുടെ ആ ഒരു ഫംഗ്ഷനിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. EFTയുടെ ഹിസ്റ്ററി. ഓക്കെ, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നാണ് ഇതിന്റെ ഒറിജിൻ എന്ന് കണക്കാക്കപ്പെടുന്നത്. ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അറിയാമായിരിക്കും. അക്യൂപഞ്ചർ ഒക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് ചൈനീസ് ട്രഡീഷനിലാണ്. അക്യൂപഞ്ചർ ഇപ്പോൾ ഇവിടെ വളരെ പോപ്പുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മെയിൻലി അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ചൈനീസ് ആണ്. ആൻഡ് മെറിഡിയൻ തെറാപ്പി, അക്യൂപഞ്ചർ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് EFT വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആൻഷ്യൻ ഹീലിംഗ് മെത്തേഡിലും ഈ പറഞ്ഞ ഇമോഷണൽ എനർജി ബ്ലോക്സിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫോർ എ ലോങ് ടൈം ഇറ്റ് വിൽ ക്രിയേറ്റ് എനർജി ബ്ലോക്ക് ത്രൂ ഔട്ട് യുവർ ബോഡി. സോ ഇറ്റ് വിൽ ക്രിയേറ്റ്
physical and emotional sufferings. Okay, and ഇതിന്റെ ഒരു നമ്മൾ പറയില്ല ഒരു ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഫാദർ എന്നൊക്കെ നമുക്ക് പറയുന്നത് ഗ്രാൻഡ് ഫാദർ എന്ന് കണക്കാക്കപ്പെടുന്നത് ഡോക്ടർ റോജർ കൊളൻ ആണ്. 1918 റോജർ ഇത് എമേർജ് ചെയ്യുന്നത്. ഓക്കെ, ഹീസ് എ സൈക്കോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റ്, ഒരു ലേഡി ക്ലയന്റിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ലേഡിക്ക് ഫിയർ ഓഫ് വാട്ടർ ആണ്, വെള്ളത്തിന് പേടിയാണ്. അപ്പോൾ ഒരുപാട് ടെക്നിക്സ് ആൻഡ് ടൂൾസ് പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ റോജർ അടുത്ത് എത്തിയതിന് ശേഷം he asked her to tap under eyes and specific meridian points and by repeating some affirmations and all. So after that therapy ആൾക്ക് എന്തായി, നല്ല റിലാക്സേഷൻ കിട്ടി. അപ്പൊ ആ ഒരു മെത്തേഡിനെ യൂസ് ചെയ്തത് ഈ പറയുന്ന EFTയുടെ ഒരു അതിന് നമ്മൾ TFT എന്ന് പറയും. TFT മീൻസ് തോട്ട് ഫീൽഡ് തെറാപ്പി. അതായത് 1980 ഡോക്ടർ റോജൻ കൊളാൻ, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ആൻഡ് ഹി എമേർജ് TFT, തോട്ട് ഫീൽഡ് തെറാപ്പി. ലേറ്റർ 1999 ഗാരി ഗ്രേഗ്, ഹി ഈസ് എ സ്റ്റാൻഫോർഡ് എഞ്ചിനീയർ, ട്രെയിൻ അണ്ടർ ഡോക്ടർ റോജർ. റോജറുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു ഗാരി ഗ്രേഗ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ശരിക്കും നമ്മൾ എല്ലാവരും EFTയുടെ പിതാവ് എന്ന് പറയുന്നത് ഗാരിയെയും EFTയുടെ ഒരു ഗ്രാൻഡ് ഫാദർ എന്ന് കണക്കാക്കപ്പെടുന്നത് റോജറിനെയുമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഗ്യാറി ഇതിനെ എങ്ങനെയെന്ന് വെച്ചാൽ ഇച്ചിരി കൂടി ഈസിലി ആയിട്ടുള്ള അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റി എന്നുള്ളതാണ്. EFT എന്ന് പറയുന്നത് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഏത് വ്യക്തിക്കും ഈസിലി പഠിക്കാൻ പറ്റുന്ന, സ്വയമേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ആണ് EFT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് പോപ്പുലർ ആകാൻ തുടങ്ങിയത്. വെരി ഈസി ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അറ്റ് പ്രസന്റ് റിസർച്ചസ് ഈ ഒരു EFTയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി അണ്ടർസ്റ്റാൻഡ് നമ്മുടെ അമിഗ്ഡാല ആക്ടിവേഷനെ റെഡ്യൂസ് ചെയ്യാനും ബോഡീനെ ഒരു റിലാക്സിങ് മോഡിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ആൻസൈറ്റി, സ്ട്രെസ് പോലത്തെ കാര്യങ്ങളെയൊക്കെ തന്നെ റെഡ്യൂസ് ചെയ്തെടുക്കാനും EFT നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് EFTയിലൂടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നോക്കാം. അതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പറയാനുണ്ട്, പക്ഷെ നമുക്ക് ടൈം കുറവായതുകൊണ്ട് ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് കടക്കാം. റെഡിയാണോ? ഓക്കെ, റെഡി? ഓക്കെ മാം. ഓക്കെ, അപ്പോ ഹൗ വി കൻ ഡു ഇറ്റ്, എങ്ങനെ നമുക്കിത് ചെയ്യാം? അതിന് മുന്നേ മോസ്റ്റ്ലി 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ വി നീഡ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് നമ്മൾ ലേൺ ചെയ്തിരിക്കണം. EFTയിൽ ഒരു മാസ്റ്റർ ആകാൻ അല്ലെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഫ്ലുവൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് റിതം ഓഫ് ടാപ്പിംഗ്. എന്താണ് റിതം ഓഫ് ടാപ്പിംഗ്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, റിതം ഓഫ് ടാപ്പിംഗ് അതായത് ഫിസിക്കൽ ടാപ്പിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സെർട്ടൺ പോയിന്റ്സിൽ നമുക്ക് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ഈ റിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു താളം ഉണ്ട് അതിനല്ലേ. ആ താളം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാപ്പ് ജെന്റ്ലി ആൻഡ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ 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 ടപ്പ് ടപ്പ് ചെയ്യും. അങ്ങനെയല്ല, ജെന്റ്ലി ആൻഡ് softly. There is a rhythm for tapping. Okay, next statement creation എന്ന് പറയും. രണ്ടാമത്തെ കാര്യം സ്റ്റേറ്റ്മെന്റ് ക്രിയേഷൻ, അതായത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും. അത് കൃത്യമായിട്ട് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാം. അതിനുശേഷം സ്വയമേ നമുക്ക് ആ സ്ക്രിപ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫീലിങ്സിനനുസരിച്ച്, നമ്മുടെ ഇമോഷൻസിനനുസരിച്ച്, നമ്മളെ കംഫർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഈ സ്ക്രിപ്റ്റിംഗ് മാറ്റിയും തിരിച്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും.
So we once learn scripting. Okay. Then third one, art of delivery. അതെങ്ങനെ ഡെലിവറി ചെയ്യണം, എങ്ങനെ പറഞ്ഞ് അത് പുറത്തേക്ക് എടുക്കണം എന്നുള്ളതിനെ പറ്റി പഠിക്കണം. ആർട്ട് ഓഫ് ഡെലിവറി. ഈ 3 പോയിന്റ് ഓക്കെ ആണോ? മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? യെസ് മാം, ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കാമോ പ്ലീസ്? Rhythm of tapping. That means physical tapping. Softly and gently. Second one, statement creation. Scripting. Third one, art of delivery. Okay? ഓക്കെ ഓക്കെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കലി അതിങ്ങനെ ലോജിക്ക് തെരഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഐ എം എ മില്യനിയർ അല്ലെ, നമ്മൾ ഐ എം എ മില്യനിയർ, ഐ എം എ അബണ്ടൻ, ഐ ഏൺ ദിസ് മന്ത്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും അല്ലെ. അതുപോലെ ഐ എം വെരി ഹാപ്പി, ഐ എം വെരി ഹാപ്പി ആൻഡ് സേഫ് എന്ന് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ പോപ്പപ്പ് ചെയ്ത് വരിക. ഇത് യൂഷ്വലി നടക്കുന്ന ഒരു കാര്യമാണ്, പലരും പറയുന്ന കാര്യമാണ്, നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മാം, ഇപ്പൊ നമ്മളെ ഉള്ളില് നെഗറ്റീവ്സ് വരില്ലേ, അപ്പൊ എന്ത് ചെയ്യാ? നെഗറ്റീവ്സ് വരുന്നത് ദാറ്റ്സ് യുവർ കറണ്ട് റിയാലിറ്റി, റൈറ്റ്? അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ ചേഞ്ച് വരുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനെ ഹൈഡ് ചെയ്ത്, അതുകൊണ്ടാണ് പറയുന്നത് സപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഉള്ളിലൊന്ന് ഫീൽ ചെയ്തിട്ട് നമ്മൾ പുറത്തത് ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നേ? കബളിപ്പിക്കുന്ന പോലെ ആവും അല്ലെ? അപ്പൊ ചോദിക്കും അപ്പൊ നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്കണ്ടേ? ഓഫ് കോഴ്സ്. അതിനു മുന്നേ എന്ത് ചെയ്യണം? ലോജിക്കലി നിങ്ങൾക്കത് പറഞ്ഞു കൊടുത്താലല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്നതിന് ഒരു എഫക്റ്റ് വേണ്ടേ? എന്തുകൊണ്ടാണ് എഫക്റ്റ് കിട്ടാത്തത്? നമ്മൾ കുറേ സമയം നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും, പറ്റുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് പഴയ പോലെയാവും. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? റിസൾട്ട് കിട്ടണം അല്ലേ? അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കറണ്ട് സിറ്റുവേഷനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ ഓൾറെഡി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ട് ആസ് എ ഡാറ്റാബേസ്. കുറേ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അപ്പൊ അതിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ മൈൻഡിനെ പഠിപ്പിക്കണ്ടേ? അപ്പോഴല്ലേ കാര്യമുള്ളൂ. ഓക്കെ. അപ്പോ നമ്മൾ ഇത്തരത്തില് ലോജിക്ക് ഇങ്ങനെ തിരയുന്ന സമയത്ത് ലോജിക്കിനെ കിൽ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് എത്തണം. വേണ്ടേ? ലോജിക്ക് വേണം താനും. മനുഷ്യന്മാർക്ക് ലോജിക്ക് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെരി ഡേഞ്ചർ അല്ലേ? ഡേഞ്ചർ ആയിരിക്കൂലേ? അല്ലെങ്കിലേ മനുഷ്യന്മാര് ഡേഞ്ചറാണ്. ഇനി ലോജിക്കും കൂടി ഇല്ലെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ? ഒരു വണ്ടി വരുന്ന സമയത്ത് എടുത്ത് ചാടരുത് എന്ന് നമുക്ക് അല്ലെങ്കിൽ അതിന് മുന്നിലൂടെ പോകരുത് എന്ന് നമുക്ക് അറിയുന്നത് എന്തുകൊണ്ടാ? വി തിങ്ക് ലോജിക്കലി അല്ലെ? ഇല്ലെങ്കിലോ? വണ്ടി വരുന്നു, നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെ? പാമ്പ് വരുന്ന സമയത്ത് തിരിച്ചോടുന്നു. തീ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള പാത്രം എടുക്കുന്ന സമയത്ത് നമ്മൾ തുണി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് പിടിക്കുന്നു അല്ലെ? വി നോ ദാറ്റ്. അപ്പോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ, ലോജിക്ക് ഇല്ല, നമുക്ക് മൈൻഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ചൂടുള്ള പാത്രം പോയി പിടിച്ച് എങ്ങനെ ഇരിക്കും അല്ലെ? അപ്പൊ ലോജിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ കുറ്റം പറയാനും പറ്റൂല. പക്ഷെ ചില കണ്ടീഷനിൽ ഈ ലോജിക്ക് ഇങ്ങനെ തെരഞ്ഞു പോകുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. പ്രത്യേകിച്ച് ഈ ഓവർ തിങ്കേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവരിങ്ങനെ ചിന്തിച്ച് അവർക്ക് ഉത്തരം കിട്ടുകയില്ല. ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ അല്ലേ? അപ്പോ ലോജിക്ക് വേണം, എന്നാൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് കട്ടും കൂടി വേണം.
ആക്ച്വലി EFT വർക്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ലോജിക്കിനെ കൊല്ലാതെ തന്നെ എന്ത് ചെയ്യാണ്, അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ പറയാണ് ഐ എം ഹെൽത്തി അല്ലെങ്കിൽ ഐ എം വെൽത്തി അബണ്ടൻ എന്ന് പറയുന്നതിന് പകരം ഐ വോണ്ട് ടു ബിക്കം, ഫസ്റ്റ്ലി ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഐ വോണ്ട് ടു ബിക്കം വെൽത്തി, ഐ വോണ്ട് ടു ബിക്കം സക്സസ്, ഓർ ഐ വോണ്ട് ടു റിലീസ് ദിസ്, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഓക്കെ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെ മൈൻഡിന്. ഓക്കെ, പറയുന്ന കാര്യത്തിൽ ലോജിക് ഉണ്ട്. ഐ വോണ്ട് ടു റിലീസ് ഇറ്റ്, ഓർ ഐ വോണ്ട് ടു ആക്സെപ്റ്റ് ദിസ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം ദിസ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചൊരു ലോജിക് ആയിട്ട് ഫീൽ ചെയ്യും. അതേസമയം ഐ എം ഹെൽത്തി അല്ലെ ഐ ഏൺ ദിസ് മച്ച് എന്ന് പറയുന്ന സമയത്ത് അതിന് ശരിക്കും നമ്മൾ പറയില്ലേ, തിരിച്ച് ചോദ്യം ചോദിക്കാം, ശരി സത്യമാണോ എന്ന് നമ്മൾ ചോദിക്കാം, ഇസ് ഇറ്റ് ട്രൂ ആക്ച്വലി? അങ്ങനെയാണോ? നീ ഹാപ്പി ആണോ, അല്ല നീ ഹെൽത്തി ആണോ വെൽത്തി ആണോ എന്നുള്ളത് നമ്മളോട് തിരിച്ച് ചോദിക്കാം. അപ്പൊ അതിന് പകരം നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്, ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഐ വോണ്ട്, ഇന്നതാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ടൈം, അതാണ് നമ്മൾ ഈ ഒരു EFTയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോജിക്കിനെ കൊല്ലാതെ നമുക്ക് അപ്പുറത്തേക്ക് എത്തണം, നമ്മുടെ കാര്യത്തിലേക്ക് എത്തണം, എന്നാൽ നമുക്ക് പോസിറ്റീവ് ആകും വേണം. സോ വി യൂസ് EFT ആസ് എ ബൈപാസ്. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടീസ് നോക്കിക്കൂടെ? EFT സ്റ്റെപ്സ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിന്റെ പോയിന്റ്സ് ഇങ്ങനെയാ വരുന്നത്. ഫുൾ ഫ്ലെഡ്ജ് EFT സൈക്കിൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ മോഡിലേക്ക് നോക്കുകയാണ്. കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ പറയാനുണ്ട്. ഞാൻ ഏറ്റവും ചുരുക്കിയിട്ട് എന്നാൽ ഈ ഒരു പ്രാക്ടീസും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് ഫുൾ ഫ്ലെഡ്ജ് EFT സൈക്കിൾ. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ഇമോഷണൽ ബ്ലോക്ക് or the stress that you carry right now. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് വൈസ് നമുക്ക് എന്തെങ്കിലും ഫിയർ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, സ്ട്രഗിൾസ് ഉണ്ടോ, സ്ട്രെസ് ഉണ്ടോ എന്നുള്ളത്. ഫൈനാൻഷ്യൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രഗിൾസ് ഉണ്ടാവും, മണി ഫിയർ അല്ലെ, ഫിയർ ഓഫ് ലോസിങ് സംതിങ്, ദെൻ ഫിയർ ഓഫ് എക്സ്പ്രസിങ് ഓർ ഫിയർ ഓഫ് ടോക്കിംഗ്, സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഭയം. നെക്സ്റ്റ്, ഫിയർ ഓഫ് റിജക്ഷൻ, തള്ളപ്പെടുവോ എന്നുള്ള തോന്നൽ. അത് പല കാര്യങ്ങളിലാവാം, അത് ഏത് കാര്യത്തിലാണ്, ഒരു വർക്ക് പ്ലേസിലുള്ള കാര്യങ്ങളിലാണെങ്കിലും വി ഫീൽ ദാറ്റ് ഫിയർ ഓഫ് റിജക്ഷൻ. ഇനി നമ്മൾ ഒരാളെടുത്ത് നമ്മുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, പറയാൻ വേണ്ടി നമുക്ക് പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റിലേക്ക് നമുക്ക് പോകാൻ പേടിയായിരിക്കും, മേ ബി ആ ഒരു റിജക്ഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഫിയർ ഓഫ് റിജക്ഷൻ. ദെൻ പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും ട്രോമാസിന്റെ ആ ഒരു ബാക്കി പത്രം, അങ്ങനെ പല രീതിയിലുള്ള ഇമോഷണൽ സ്ട്രെസ് ഓരോ പേഴ്സണോട് ചോദിക്കുമ്പോഴും അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും സ്ട്രെസ് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അതിനെ സ്പെസിഫൈ ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, ആ കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന സ്റ്റക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ബോഡി സ്കാനിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. ഈ ഒരു ഇമോഷണൽ സ്ട്രെസ് നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ബോഡി സ്കാൻ ചെയ്യുന്ന സമയത്ത് വി ഫീൽ സ്റ്റക്നെസ് ഇൻ സംവെയർ. ചിലപ്പോൾ നമുക്ക് ഷോൾഡേഴ്സിലായിരിക്കാം, ചിലപ്പോൾ ഹെഡിലായിരിക്കാം, അല്ലെങ്കിൽ ചെസ്റ്റിലായിരിക്കാം, ഹിപ്പിലായിരിക്കാം. പല സ്ഥലങ്ങളിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചില പോയിന്റ്സ് അവർ പറയാറുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന കാര്യം ആലോചിക്കുമ്പോൾ ഐ ഫീൽ സ്റ്റക്നെസ് ഇൻ ഹിയർ. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് എന്താണ്, നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, മാർക്ക് ദ ഇന്റൻസിറ്റി. മാർക്ക് ദ ഇന്റൻസിറ്റി. 0 മുതൽ 10 വരെയാണ് നമ്മൾ ഇതിന്റെ ഇന്റൻസിറ്റി മാർക്ക് ചെയ്യുന്നത്. 10 എന്ന് പറയുന്നത് പെയിൻഫുള്ളും 0 എന്ന് പറയുന്നത് കാം എന്നുള്ള അർത്ഥത്തിലുമാണ്. അപ്പൊ നമ്മൾ എത്താനായിട്ട് ശ്രമിക്കേണ്ടത് 0ലാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് 10 ആണ്. സോ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിനെ പറ്റി നൗ നമുക്ക് എത്രമാത്രം ഇന്റൻസിറ്റിയിൽ ആ പെയിന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഉദ്ദേശിച്ചത്. സോ മാർക്ക് ദ ഇന്റൻസിറ്റി. ദ സെക്കൻഡ്. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, മൂവ് ചെയ്തോട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, can I move? ഓക്കെ, നെക്സ്റ്റ് സെറ്റപ്പ് റൗണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ടാപ്പിങ്ങിന്റെ ആദ്യത്തെ റൗണ്ട് ആണ് സെറ്റപ്പ് റൗണ്ട്. ആ സെറ്റപ്പ് റൗണ്ടിന് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് നോട്ട് ഡൗൺ. അതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇറ്റ്സ് ബിഗിൻ വിത്ത് നെഗറ്റീവ് വേർഡ് ഓർ ഫ്രേസ് പ്ലസ് പോസിറ്റീവ് ക്ലോസിംഗ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രോയിൽ അത് തുടങ്ങി പോസിറ്റീവിൽ അത് അവസാനിക്കുന്നു എന്നുള്ളതാണ് സെറ്റപ്പ് റൗണ്ടിന്റെ പ്രത്യേകത. സോ നമ്മൾ തുടങ്ങുന്നത് നെഗറ്റീവ് ഫ്രേസ് വെച്ചിട്ടാണെങ്കിലും എൻഡ് ചെയ്യുന്നത് പോസിറ്റീവ് ക്ലോസിംഗ് വെച്ചിട്ടായിരിക്കും. സോ ഇറ്റ് ടേൺ ഇൻ ടു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറയുന്ന വാക്കുകളിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് എന്തായിട്ട് മാറുകയാണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഫീൽ ദിസ് എന്ന് പറയുന്നതിന് പകരം ഈവൻ ദോ ഐ ഫീൽ ദിസ് ഡീപ് ഫിയർ. ഓക്കെ, ഫിയർ ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിച്ച എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് സെറ്റപ്പ് റൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഈവൻ ദോ ഐ ഫീൽ ദിസ് ഡീപ് ഫിയർ അബൌട്ട് മൈ ഫ്യൂച്ചർ, ഐ ഡീപ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈസെൽഫ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഭാവിയെ പറ്റി എനിക്ക് ആശങ്കകളുണ്ട്, എന്നിരുന്നാലും ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും വി ഫോക്കസ് ഓർ എംഫസൈസ് ഓൺ ദാറ്റ് പോസിറ്റീവ്നെസ്. ഓക്കെ, ഒന്നും കൂടി മലയാളത്തിലുള്ളത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ ഭാവിയെ പറ്റി എനിക്ക് ആശങ്കകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആശങ്കകളുണ്ട്, എന്നിരുന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ക്ലിയർ? സ്റ്റാർട്ട് വിത്ത് നെഗറ്റീവ് ഫ്രേസ് ആൻഡ് എൻഡ് വിത്ത് പോസിറ്റീവ് ക്ലോസിംഗ്. ഇത് ക്ലിയർ ആണോ? മാം അതൊന്നുകൂടെ പറയാം. മലയാളത്തിലാണോ പറയേണ്ടത് ഇംഗ്ലീഷിലാണോ പറയേണ്ടത്? വെദർ ഇറ്റ് ഈസ് ഏതായാലും കുഴപ്പമില്ല മാം, പറഞ്ഞ ഒന്നുകൂടെ പറയാം, ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒന്നത് എൻ്റെ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഈവൻ ദോ ഐ ഫീൽ ദിസ് ഫിയർ അബൌട്ട് മൈ ഫ്യൂച്ചർ, ഐ ഡീപ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈസെൽഫ്. എൻ്റെ ഭാവിയെ പറ്റി എനിക്ക് ആശങ്കകളുണ്ട്, എന്നിരുന്നാലും എന്നെ പൂർണ്ണമായും ആഴത്തിലും സ്നേഹിക്കാനും അംഗീകരിക്കാനും എനിക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? While using this statement, tap on your karate chop. Okay? ഇവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത്. ആൻഡ് യു ക്യാൻ യൂസ് 3 times. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യാം. ഒരേ സ്റ്റേറ്റ്മെന്റ് 3 തവണ പറയാം, അല്ലെങ്കിൽ ഇതിന്റെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇതിന്റെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഐ വിൽ ടീച്ച് യു. ഓക്കെ, അതും കൂടി പറഞ്ഞു തരും. അപ്പോ സെറ്റപ്പ് റൗണ്ടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന എന്നതിന്റെ ഒരു ഐഡിയ കിട്ടിയോ? നെക്സ്റ്റ് റൗണ്ട് പറഞ്ഞോട്ടെ. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ടാപ്പിംഗ് റൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു 10 പോയിന്റ്സ് കാണിച്ചു അല്ലേ? ആ പോയിന്റ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്തൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഹൗ ദാറ്റ് ഫീൽ ഇൻസൈഡ് യു, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഉള്ളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് ആണ് ടാപ്പിംഗ് റൗണ്ട് എന്ന് പറയുന്നത്. എന്തൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഫ്യൂച്ചറിനെ പറ്റി ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്, ഇപ്പൊ ഓരോ പോയിന്റിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ കൺഫ്യൂസ്ഡ് വൈൽ തിങ്കിങ് അബൌട്ട് മൈ ഫ്യൂച്ചർ. എൻ്റെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ
എനിക്ക് എന്തുണ്ട്? കൺഫ്യൂഷൻസ് ഉണ്ട്. മൈ മൈൻഡ് കീപ് റണ്ണിങ് ആൻഡ് റണ്ണിങ്. എന്താണ്? എൻ്റെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു പിറകെ? എന്നെ പ്രൊട്ടക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റി ഇങ്ങനെ അതിന്റെ പിന്നാലെ ഇങ്ങനെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൈ മൈൻഡ് ഈസ് വാണ്ടറിങ്. ദെൻ ഐ ഫീൽ ഹെവി ടു ക്യാരി ഓൾ ദിസ് ബൈ മൈസെൽഫ്. ഐ ഫീൽ അൺസേഫ് അബൌട്ട് മൈ ഫ്യൂച്ചർ. ഇത്തരത്തില് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതിങ്ങനെ ഒരു അതിന്റെ ഫ്രേസസ് അനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഹൗ യു ഫീൽ ഇൻസൈഡ്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പറയാം. ഡിഫൈൻ ദ പ്രോബ്ലം. എങ്ങനെ നിങ്ങൾക്ക് അത് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു? എത്ര കാലമായിട്ട് നിങ്ങൾ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തു? ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഡിഫൈൻ, നിങ്ങളുടെ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക. അതെങ്ങനെ നിങ്ങളെ ഇമോഷണലി സ്റ്റക്കാക്കിയിരിക്കുന്നു? എത്ര കാലമായിട്ട് നിങ്ങൾ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്? വാട്ട് ആർ തിങ്സ് യു ആർ ട്രൈയിങ് ഫോർ ദാറ്റ്? എന്നിട്ട് അതിന്റെ എൻഡിങ്ങിലും വി ക്ലോസ് വിത്ത് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കൊടുക്കാം. ബട്ട് നൗ ഐ വോണ്ട് ടു റിലീസ് ദിസ് ആൻഡ് ഐ ചൂസ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. അത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാപ്പിംഗ് റൗണ്ട് അവസാനിപ്പിക്കാം. ഇവിടെയും നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവ് ഫ്രേസസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ബട്ട് വി എൻഡ് വിത്ത് പോസിറ്റീവ് ക്ലോസിംഗ്. ക്ലിയർ ആണോ? സെക്കൻഡ് റൗണ്ട് നിങ്ങളുടെ പ്രോബ്ലത്തിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡോണ്ട് ഗോ ഫാർ. ആ ഒരു ട്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് എടുക്കണ്ട. ഒരു നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യലി ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അടുത്ത റൗണ്ട് ഹോപ്പ് ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയും. എന്താണ് ഹോപ്പ് ആൻഡ് ബ്രിഡ്ജ്? ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളോട് കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട്, എന്നാൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. പോസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം പ്രോബ്ലം, ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ദെൻ ഇന്റൻസിറ്റി മാർക്ക് ചെയ്തു, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? പോസിബിലിറ്റീസ്. അതിന് റിക്കവറി ചെയ്യാനുള്ള ചില പോസിബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ല കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഹോപ്പ് ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയും. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഐ അലോ മൈ സെൽഫ് ടു ബ്രീത്ത്. ഐ ഡോണ്ട് ഹാവ് ടു സോൾവ് എവറിത്തിങ് ഇൻ വൺ മൊമെന്റ്. മൈ മൈൻഡ് ഈസ് അലൗഡ് ടു റിലാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് റിലാക്സിങ് മോഡിലേക്ക് കൊണ്ടുവരാനുള്ള ചില പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ. ഹോപ്പ് ആൻഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിലിറ്റീസ് ആൻഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. മാഡം excuse me. ഇതിന്റെ പറഞ്ഞോ. സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾ പറയോ? ഈ ഹോപ്പ് ആൻഡ് ബ്രിഡ്ജിന്റെ. ഹോപ്പ് ആൻഡ് ബ്രിഡ്ജിന്റെ എക്സാമ്പിൾസ് അല്ലേ? ഇപ്പൊ പറയുകയാണെങ്കിൽ മൈ മൈൻഡ് ഈസ് അലൗഡ് ടു റിലാക്സ്. എൻ്റെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അനുവദിക്കുകയാണ്. അതുപോലെ ഐ ക്യാൻ ബ്രീത്ത് ജെന്റ്ലി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വളരെ റിലാക്സ് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് അത് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളെ മൈൻഡിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. മൈ ബോഡി ഓൾവേസ് സപ്പോർട്ടഡ് ബൈ ദ ഗ്രൗണ്ട് ബിനീത്ത് മീ. അതിപ്പോ ഞാൻ എടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഫിയർ ഓഫ് ഫ്യൂച്ചർ ആണ്, അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു ഹോപ്പ് ആൻഡ് ബ്രിഡ്ജിൽ വരുന്നത് പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ? വർക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു സ്ട്രെസ് ഏരിയ ഒന്ന് പറയാവോ? Career break. Career.
കരിയർ അത് ഫ്യൂച്ചറിൽ നമുക്ക് വരുമല്ലോ. അതായത് ഐ ഡിസേർവ് മോർ ഓപ്പർച്യൂണിറ്റീസ്, ഐ ക്യാൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, നമുക്കത് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെതായതുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾക്കും അത് ഹെൽപ്പ് ചെയ്യും സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് മൂവ് ചെയ്യാം. ഇപ്പോൾ ടൈം കുറച്ച് കുറവാണ്, നമുക്ക് ആ പ്രാക്ടിക്കലും കൂടി ചെയ്തിട്ട് വേണം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ, ക്ലിയറിംഗ് ദ ക്ലൗഡ്. എന്താണ് ക്ലിയറിംഗ് ദ ക്ലൗഡ്? ഇതാണ് ക്ലോസിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് EFTയിൽ വരുന്ന കാര്യങ്ങൾ. 6 കാര്യങ്ങളാണ് പറഞ്ഞത്. അഗൈൻ ഐ റിപ്പീറ്റ്. ഫസ്റ്റ്, ഐഡന്റിഫൈ യുവർ ഇമോഷണൽ ബ്ലോക്ക്, then mark the intensity of pain, then setup round. നിങ്ങൾ സെറ്റപ്പ് റൗണ്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കരാട്ടെ ചോപ്പിലാണ് അതിന്റെ ടാപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നിന്ന് തുടങ്ങി പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ ഫോർത്ത് വൺ ടാപ്പിംഗ് റൗണ്ട് ആണ്, നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുശേഷം ഫിഫ്ത്ത് വണ്ണിൽ ഹോപ്പ് ആൻഡ് ബ്രിഡ്ജ്. ഒരു ഹോപ്പ് ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പ്രതീക്ഷയുടെ ഒരു പാലം പണിയുക, ഒരു പോസിബിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ ക്ലിയറിംഗ് ക്ലൗഡ്, ക്ലിയറിംഗ് ദ ക്ലൗഡ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി മാക്സിമം ആൾക്കാർ ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ടാപ്പ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ആകെ 35 മെമ്പേഴ്സ് അല്ലേ ഉള്ളൂ, മാക്സിമം ഒന്ന് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓർ ഇമോഷണൽ ബേൺ ഔട്ട്സ്, ഓവർ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ എന്നുള്ളതാണ്. എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഫ്യൂച്ചർ. ഇപ്പൊ ഈ പറയുന്ന കരിയർ ആയിക്കോട്ടെ, നമ്മുടെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അതൊക്കെ ഇതിനുള്ളിൽ വരും. ചിലപ്പോൾ സ്പെസിഫിക്കലി ഓരോരുത്തർക്കും ഓരോ ഏരിയ ആയിരിക്കും വരിക. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു ജനറൽ ടോപ്പിക് എടുത്തത്. ബേൺ ഔട്ട്സ്, ഇമോഷണൽ ബേൺ ഔട്ട്സ് ഓർ ഓവർ തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ ഫിയർ ഓഫ് ഫ്യൂച്ചർ, ഫിയർ ഓഫ് ഫ്യൂച്ചർ. ഓക്കെ, സോ ടാപ്പ് വിത്ത് മീ. Even though I feel this deep fear, emotional pressure inside, I deeply and completely love and accept myself. Again, even though I overthink lot about my future, I deeply and completely love and accept myself. എൻ്റെ ഭാവിയെ പറ്റി ഞാൻ ആശങ്കപ്പെടുന്നു, എന്നിരുന്നാലും എന്നെ പൂർണ്ണമായി അംഗീകരിക്കാനും സ്നേഹിക്കാനും എനിക്ക് സാധിക്കും. ഓക്കെ, this is the first stage. Then close your eyes and accept it. Even though, repeat the statement in your mind. Even though I overthink a lot, I deeply and completely love and accept myself. ഞാൻ ഭാവിയെ പറ്റി വ്യാകുലപ്പെടുന്നു, ആശങ്കപ്പെടുന്നു, എന്നിരുന്നാലും ആ അവസ്ഥയിലും എന്നെ പൂർണ്ണമായി സ്നേഹിക്കാനും അംഗീകരിക്കാനും എനിക്ക് സാധിക്കും. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഫേസ്. യു ആക്സെപ്റ്റ് ഇറ്റ്, റൈറ്റ്? നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, നമ്മുടെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാണ് ത്രൂ ടാപ്പ് യുവർ പോയിന്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ടാപ്പിങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിന്റെ PDF പ്രിപ്പയർ ചെയ്തില്ല, വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അത് വേണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഇടാം, സ്റ്റേറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നോട് ചോദിച്ചാലും മതി. അല്ലെങ്കിൽ പേഴ്സണലി ആകുമ്പം എല്ലാവർക്കും ചിലപ്പോൾ മടിയായിരിക്കും, അല്ല ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, നാളെ സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, then tapping round. Tap with me.
വളരെ സോഫ്റ്റ് ആയിട്ട് ജെന്റിൽ ആയിട്ട് വേദനിപ്പിക്കാതെ വേണം ടാപ്പ് ചെയ്യാൻ. അതിനു മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നൈസ് ആയിട്ട് ടാപ്പ് ചെയ്ത് നോക്കുക. വിച്ച് യു ഫീൽ മോർ? ഒന്ന് നോക്കിയേ, ഒന്ന് ടാപ്പിംഗ് സ്പീഡായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക, ആൻഡ് ഒന്ന് വളരെ നൈസ് ആയിട്ട് ടാപ്പ് ചെയ്യുക. ഏതാ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തിരിച്ചറിയാൻ പറ്റുന്നത് കൂടുതലായിട്ട്? മാം റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ യൂസ് ചെയ്യേണ്ടത്? കൺവീനിയന്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ മാം. മാം രണ്ട് ആ. കൈയും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ? അങ്ങനെയും കുഴപ്പമില്ല, നോ പ്രോബ്ലം. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈസി ആൻഡ് എഫക്റ്റീവ് എന്ന് പറയാനുള്ള കാരണം. യു ക്യാൻ യൂസ് ബോത്ത് ഹാൻഡ്സ് ഓർ സിംഗിൾ ഹാൻഡ്, നോ പ്രോബ്ലം. ക്ലോസ് ചെയ്തിട്ട് ബ്രീത്തിങ് ചെയ്തിട്ടാണോ മാം? ഏതാണ്? ഐസ് ക്ലോസ് ചെയ്തിട്ട് ബ്രീത്തിങ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ആക്ച്വലി ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത്, നോ പ്രോബ്ലം. ദാറ്റ് ഫീലിംഗ് ക്യാൻ ക്ലോസ് ഇറ്റ്, നോ പ്രോബ്ലം. ഇപ്പൊ ഇവിടെ ഞാൻ ടാപ്പ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ക്ലോസ് ചെയ്യാൻ പറയാതിരുന്നത്. ഓക്കെ, ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്പൺ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചുകൊണ്ട് ചെയ്യേണ്ടെങ്കിൽ കണ്ണ് തുറന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നോ പ്രോബ്ലം. ഓക്കെ, ടാപ്പ് ഇറ്റ് ഓൺ ഫസ്റ്റ് പോയിന്റ്. I feel confused while thinking about my future. My mind keep running and running, try to protect me. I feel heavy to carry all of this by myself. എല്ലാം ഞാൻ തനിയെ ചുമക്കേണ്ടത് എനിക്ക് ഭാരമായിട്ട് അനുഭവപ്പെടാറുണ്ട്. I feel unsafe about my future. I carry this fear for long time. I try many things, many remedies. Sometimes I think I don't deserving it. Sometimes I fail to understand myself. But now I see this fear and honor it, and I wish to release. So I deeply and completely love and accept myself. Okay? Again, once more, we can repeat. I feel confused while thinking about my future. My mind keep running and running to try to protect me. I feel this heaviness to carry all this by myself. I feel unsafe about my future. I carry this fear for a very long time. I try many things, many remedies. Sometimes I think I don't deserve it. And sometimes I fail to understand myself. But now I see this fear and understand it, honor it, and I want to release it. So I deeply and completely love and accept myself. Okay, take a few deep breaths. Again, take a deep breath. Now understand your existence. ഇപ്പൊ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫ്യൂച്ചറിനെ പറ്റി കൺഫ്യൂസ്ഡ് ആണ്, സേഫ് അല്ല എന്നുള്ള ഫീലിങ്സ് വരാണ്. ബട്ട് യു വോണ്ട് ടു റിലീസ് ദാറ്റ്, റൈറ്റ്? സോ ഫസ്റ്റ്ലി യു വോണ്ട് ടു ആക്സെപ്റ്റ് യുവർ എക്സിസ്റ്റൻസ്. വാക്കുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? ഐ ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈസെൽഫ്. ആൻഡ് നൗ യു വോണ്ട് ടു റിയലി ആക്സെപ്റ്റ് യുവർ എക്സിസ്റ്റൻസ്. ഹൗ? നമുക്കറിയാം, നമ്മൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്നോ? നമ്മൾ എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ സ്റ്റെഫി എന്ന് പറയുന്ന ഞാൻ, ഐ എം റിയലി എക്സിസ്റ്റഡ് ഹിയർ, ഐ ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, നിങ്ങളും അതുപോലെ
നിങ്ങളോട് തന്നെ പറയാം. By using your name. Okay, I'm Steffi and I know I am exist here. I trust it and I believe it. I already exist here. And എൻ്റെ ലൈഫ് റണ്ണ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ക്യാൻ ബ്രീത്ത്. ഓക്കെ, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ എയർ കിട്ടും, വാട്ടർ കിട്ടുന്നുണ്ട്, ദെൻ ഫുഡ്, ഷെൽട്ടർ. ഇതൊക്കെ എവിടുന്ന് കിട്ടി? വേർ യു കളക്ട് ഓർ വേർ യു ഗെറ്റ് ഇറ്റ്? എവിടുന്നാ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്? നിങ്ങളുടെ എക്സിസ്റ്റൻസിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എവിടുന്ന് കിട്ടി? നേച്ചർ. നേച്ചർ മാം. നേച്ചർ. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നമുക്ക് എവിടുന്ന് കിട്ടും? എവിടുന്നേ കിട്ടാനുള്ളൂ? നേച്ചർ. നേച്ചർ. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇവൻ നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിൽ പോലും ഇത് നിൽക്കുന്നതും ഇതിനുണ്ടാക്കിയിരിക്കുന്നതും എല്ലാം ഇവിടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും എവിടെ ഉണ്ടാവുള്ളൂ? ഇതിനുള്ളിലേ ഉണ്ടാവുള്ളൂ. അപ്പോ everything already here. Then the statement or the quote is, everything I need to support my existence already exists with me. Right? ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നെങ്കിൽ എൻ്റെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ആവശ്യമായ എല്ലാം ഇവിടെ തന്നെ, ഇതിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. So there is no need to wandering to everywhere. Here. Then the thing is, why I'm unable to collect it? എന്തുകൊണ്ടാ? നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് ചോദിച്ചാലല്ലേ നമുക്ക് കാര്യം കിട്ടുള്ളൂ. And we wandering everywhere. So firstly you want to understand your existence and you are here and accept yourself as the daughter or son of the nature. That's the only thing you want to do. To understand you have everything. നിങ്ങൾക്ക് എല്ലാം എന്തുണ്ട്? ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ബട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ പോസിബിലിറ്റി. ഇതിന് പുറത്തേക്ക് നമുക്കൊന്നും ചിന്തിക്കാനില്ല. എല്ലാം ഇതിനുള്ളിലാണുള്ളത്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ആ ഒരു വിശ്വാസത്തോടു കൂടി ആക്സെപ്റ്റ് യുവർ എക്സിസ്റ്റൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം, അത് നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഇനി ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് കിട്ടുന്നതേ നിങ്ങൾക്ക് കിട്ടാനുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. സോ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ഹിയർ ഓൾറെഡി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. എവറിത്തിങ് ഐ നീഡ് to support my existence already exists with me. Okay, everything I need to support my existence already exists with me. Okay, okay അല്ലേ? ഇങ്ങനെയെങ്കിൽ ഈ ഒരു പോസിബിലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോപ്പ് ആൻഡ് ബ്രിഡ്ജിലേക്ക് കടക്കാം. റെഡി? ഓക്കെ അല്ലേ? Same tapping, same method. Start with your eyebrows. I allow myself to breathe little bit deeper. I don't have to solve everything in one moment. എല്ലാം ഒരു നിമിഷത്തിൽ എല്ലാം സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. My mind is allowed to relax. I can breathe gently. I'm still here. I can breathe. I can see. I can walk. I can feel everything. My body always supported by the ground beneath me. I understand flower is need time to bloom.
these struggles may go through is only for transforming me. എന്നെ ആ ഒരു മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കാനാകുന്നു ഈ എല്ലാ സ്ട്രഗിൾസും എന്ന് ഞാൻ തിരിച്ചറിയുന്നു. And I allow myself to growth and expansion. I am always supported by Mother Earth. Again repeat. Take a deep breath. I allow myself to breathe little deeper. I don't have to solve everything in single moment. My mind is allowed to relax. I can breathe gently. I'm still here. I can breathe. I can see. I can walk. I can touch. I can feel everything. My body always supported by the ground beneath me. I understand flower need time to bloom. പൂവിന് വിരിയാനായിട്ട് സമയം ആവശ്യമാണ്. These struggles me go through for transforming me or making me a better person. I allow myself to growth and expansion. I always supported by Mother Nature. Take a few deep breaths and feel the ground beneath you. നിങ്ങളുടെ മനസ്സിൽ നേച്ചറിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക. And feel you are very relaxed. You can breathe. You can see everything. You can move your legs. You can move your hands. And you can feel everything. Just feel it. Okay. Then open your eyes. Okay. Then the last phase. Clear the cloud. Okay. This is surrendering. Completely surrender yourself what actually you want. It's your soul. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് only know your inner self and surrender yourself completely. Okay, relax. Can we start? Okay. Even though part of my mind still wandering, that's absolutely okay. ഇപ്പോഴും എൻ്റെ മനസ്സ് എന്തിനെയോ തിരയുന്നുണ്ട്, but that's fine. Okay. I choose to let some light in now. എൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. I know I want no longer carry this fear. I wish to release it. I surrender completely. I choose to trust my inner wisdom. I allow and open myself for divine wisdom. I feel the ground beneath me and carry all my weight. I choose myself as a sun. I rise again. I shine again. I surrender completely and love and accept myself. I open my heart. Again repeat. Even though part of my mind still wandering, but that's absolutely okay. I choose to let some light in now. I no longer carry this fear. I wish to release it. I surrender completely. I choose to trust my inner wisdom. I allow and open myself for divine wisdom. I feel the ground beneath me and carry all my weight. I choose myself as sun. I rise again. I shine again. And I surrender completely and open my heart completely.
Take a deep breath and relax. Breathe out. And this is the first time you use this statement. When you continuously use it, നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സിലൂടെ മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഫോർ ദാറ്റ് ഐ വിൽ ഗിവ് യു എ മെഡിറ്റേഷൻ ടൂൾ. നിങ്ങൾക്ക് നേച്ചറുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആകാൻ വേണ്ടി ഐ വിൽ ഗിവ് എ മെഡിറ്റേഷൻ ടൂൾ. ഓക്കെ, ദെൻ ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്യാം ആൻഡ് ഒന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബോഡിയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം സിറ്റ് ഡൗൺ. ഓക്കെ, ജസ്റ്റ് മൂവ് യുവർ ബോഡി. Take a few deep breaths and relaxedly sit down. Close your eyes. Straight your spine and relax. Close your eyes. Straight your spine and take a gentle breath. വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും ദീർഘമായി എടുക്കാനും സാവധാനത്തിൽ പുറത്തേക്ക് വിടാനും ശ്രമിക്കുക. Take a deep breath and breathe out through your mouth. Again, take a deep breath and breathe out. Now imagine നിങ്ങളുടെ ശിരസിൽ നിന്നും ശിരസിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ നിന്ന് അനേകം നാഡീ ഞരമ്പുകൾ പതുക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ശിരസിന്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നും ആ നാഡീ ഞരമ്പുകൾ പതുക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. അവ നിങ്ങളുടെ ഷോൾഡേഴ്സിലൂടെ കൈകളിലൂടെ കൈകളുടെ അഗ്രം വരെ വിരലിന്റെ അഗ്രഭാഗം വരെ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. അതുപോലെ നിങ്ങളുടെ ശരീരത്തിലൂടെ ആ നാഡികൾ കടന്നു ചെന്ന് നിങ്ങളുടെ പാദത്തിന്റെ അഗ്രത്തോളം എത്തുന്നതായിട്ട് തിരിച്ചറിയുക. തുടർന്നൊരു വൃക്ഷത്തിന്റെ വേരുകൾ എപ്രകാരമാണോ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, അപ്രകാരം ആഴത്തിൽ ആ വേരുകളെ നിങ്ങൾ കടന്നു ചെല്ലാനായിട്ട് അനുവദിക്കുക. ഭൂമിയുടെ അടിത്തട്ടിൽ അവ ചെന്ന് ബന്ധിക്കപ്പെടുന്നതായിട്ട് സങ്കല്പിക്കുക. And now you are so relaxed and safe. ഭൂമിയുമായി നിങ്ങൾ ഏറ്റവും അധികം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞെപ്രകാരം ഭദ്രമായിരിക്കുന്നോ, സുരക്ഷിതയാണോ, അപ്രകാരം ഭൂമിയുമായി നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ നേച്ചറിൽ, ഈ പ്രകൃതിയിൽ നിങ്ങൾ അപ്രകാരം സുരക്ഷിതയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അമ്മ തൻ്റെ കുഞ്ഞിന് എല്ലാ പോഷകങ്ങളും നൽകുന്നത് പോലെ ഭൂമി നിങ്ങൾക്കും സദാ നിങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായതെല്ലാം നൽകാനായി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായും തയ്യാറാക്കുക. And believe everything you want is already here. And now you are closely connected with Mother Nature. പ്രകൃതിയുമായി, ഭൂമിയുമായി നിങ്ങൾ ഏറ്റവും കണക്റ്റഡ് ആയിരിക്കുന്നു. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും ഒരു ഗോൾഡൻ ലൈറ്റ് ആ വേരുകൾ വഴി പതുക്കെ നിങ്ങളുടെ പാദങ്ങളെ ലക്ഷ്യമാക്കി കടന്നു വരുന്നതായിട്ട് തിരിച്ചറിയാം. അപ്പൊ പതുക്കെ നിങ്ങളുടെ പാദത്തോളം എത്തിയിരിക്കുന്നു. മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ട് ആ പ്രകാശത്തെ നിങ്ങളുടെ കാലുകളിലേക്ക് സ്വീകരിക്കുക. വളരെ സാവധാനത്തിൽ അവ നിങ്ങളുടെ ശരീരത്തിലൂടെ കയറി വരുന്നതായിട്ട് തിരിച്ചറിയുക. നിങ്ങളുടെ കാൽപാദത്തിലൂടെ, കാൽ മസിലുകൾ വഴി നിങ്ങളുടെ തൈസിലൂടെ ഉദരത്തിൽ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക.
ഉദരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് പതുക്കെ ആ പ്രകാശത്തെ ഹൃദയത്തിലേക്ക് കടത്തിവിടുക. ഹൃദയത്തിലെ ഓരോ അംശത്തിലും ആ പ്രകാശത്തെ നിറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. പതുക്കെ നിങ്ങളുടെ ശിരസോളം ആ പ്രകാശത്തെ കടത്തിവിടാനായിട്ട് ശ്രമിക്കുക. ശരീരത്തിലെ ഓരോ അംശത്തിലും ഓരോ കോശങ്ങളിലും നിങ്ങൾക്ക് ആ എനർജി, ആ പ്രകാശത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാം. ശരീരത്തിനുള്ളിൽ പൂർണ്ണമായും ആ ഗോൾഡൻ ലൈറ്റ് തിങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാം. ഒരമ്മയുടെ ലാളനത്തോളം ഭൂമി നിങ്ങൾക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. പതുക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ആഗിരണം ചെയ്തിരിക്കുന്ന ആ പ്രകാശത്തെ നിങ്ങളുടെ ശരീരത്തിന് പുറത്തേക്കും കൂടെ ഒരു സംരക്ഷണ കവചമായി മാറ്റുക. അവ നിങ്ങളുടെ ശരീരത്തിന് പുറത്ത് ഒരു വലയമായി മാറിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. And now you are safe, very safe, comfortable. And repeat with me. ഞാൻ ഏറ്റവും സുരക്ഷിതയായി എനിക്ക് അനുഭവപ്പെടുന്നു. സദാസമയം എന്നെ ഭൂമി സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം, എൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായതെല്ലാം സദാ എന്നിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്നെ പൂർണ്ണമായും ഭൂമിയുടെ മകനായി അംഗീകരിക്കുന്നു. I accept myself as a daughter or son of Mother Nature and feel that love and hug her tightly. നിങ്ങളുടെ ശരീരത്തിനുള്ളിലും പുറത്തുള്ള ആ പ്രകാശത്തെ നന്നായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. And take a few deep breaths. Breathe out. Breathe in and breathe out. Now slowly move your legs. Very slowly take your legs and open your eyes. 5, 4, 3, 2, 1. Relax. Rub your both hands. And place it on your eyes. Stretch your body and relax. Okay. How you feel? Amen. Thank you. Thank you, dear. Thank you, ma'am, for a good presentation. Thank you so much. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട്സ് അതിൽ ഇടുമല്ലോ മാഡം? നോട്ട്സ് ഇട്ടേക്കാം ഞാൻ എന്തായാലും. നിങ്ങൾക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. അടിയിൽ നമ്മളൊക്കെ പല സ്ഥലത്തും വർക്കിങ്ങിലായതുകൊണ്ടേ ചില സമയത്ത് ഇന്ന് പോകേണ്ടി വരുന്നുണ്ടേ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ മാം താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് കുട്ടികളിൽ ചെയ്യാൻ പറ്റുമോ? കുട്ടികളിലും ചെയ്യാം. അവർക്ക് കുറച്ചും കൂടി സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും കൂടി ലഘൂകരിച്ചിട്ട് വളരെ എന്താ പറയാ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. മാം താങ്ക് യു സോ മച്ച്. അത് ഇവർക്ക് അവരുടെ സ്റ്റഡീസ് വൈസ് മീൻസ് അങ്ങനെ അങ്ങനത്തെ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാലേ, അവർക്കും സ്ട്രെസ് എല്ലാം ഉണ്ടാവല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. ഇത് സ്ഥിരമായി ചെയ്താലല്ലേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? എന്താണ്? സ്ഥിരമായി ചെയ്താലല്ലേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. സ്ഥിരമായിട്ട് അത് നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിൽ അത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. ഇനി നിങ്ങളത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ ബൈഹാർട്ട് ആകാൻ തുടങ്ങും. സോ വിത്തൗട്ട് ആ ഒരു കാര്യങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് അത് മൈൻഡിൽ റീകോൾ ചെയ്യാൻ പറ്റുമ്പോൾ വളരെ എഫക്റ്റീവ് ആവും.
ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ എന്താണ് നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ദാറ്റ്സ് ദ റീസൺ. അപ്പൊ അത് ഗ്രാജുവലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫ്ലുവൻസി കിട്ടും. ഓക്കെ, ഇത് എങ്ങനെ മാം മോർണിംഗ് ഓർ ഈവനിങ് ആണോ അപ്ലൈ ചെയ്തു നോക്കണ്ടേ, അല്ലെങ്കിൽ 2 times ചെയ്യാൻ പറ്റുമോ, ട്വൈസ് ഇൻ എ ഡേ? മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. വെദർ ഇറ്റ്സ് മോർണിംഗ് ഓർ ഈവനിങ്, നോ പ്രോബ്ലം. നമ്മള് ചിലപ്പം ചില ആൾക്കാർക്ക് ഇപ്പൊ മോർണിംഗ് നമുക്ക് ഹറിബറി ആയിട്ട് പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നമുക്ക് പറ്റില്ല. എപ്പോഴാണോ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ആ സമയത്ത് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം പറയുന്നതുകൊണ്ട് സെയിം എഫക്ട് കിട്ടോ? സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു അഫർമേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതിനും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നതും ഇതും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സെൻസറെ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് നെർവസ് സിസ്റ്റമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ ഇങ്ങനെ പറയുന്നതിനേക്കാളും നമ്മുടെ ബ്രെയിനിന് എന്തോ ഒരു കാര്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് കിട്ടും. അതാണ് ടാപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, മാം ഒരു ഡൗട്ട്. ഹലോ മാം, EFT ആൻഡ് TFT രണ്ടും റിലേറ്റഡ് ആണല്ലോ അല്ലേ? ഇമോഷണൽ ഫീൽഡ് ടെക്നിക്കും മാം പറഞ്ഞ തോട്ട് ഫീൽഡ് ടെക്നിക് അല്ലേ? രണ്ടും റിലേറ്റഡ് അല്ലേ? ഒരു മിനിറ്റ്. തോട്ട് ഫീൽഡ് തെറാപ്പിയും ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കും. മാം രണ്ടും റിലേറ്റഡ് തന്നെയാണല്ലോ അല്ലേ? ഇപ്പൊ നമ്മള് മാം ഇപ്പം ചെയ്തത് റിലേറ്റഡ് തന്നെയല്ലേ രണ്ടും? അതിൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ക്ലിനിക്കൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പല സ്റ്റേറ്റ്മെന്റ്സും അതിൽ ഉണ്ട് എന്ന് പറയുന്നത്. EFT എന്ന് പറയുന്നത് ഏത് നോർമൽ പീപ്പിൾസിനും ചെയ്യാൻ പറ്റുന്നതാണ് EFT എന്ന് പറയുന്നത്. അവിടെ തോട്ട്സ് എടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ട്രിഗറിങ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കെയർഫുൾ ആയിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ. ഓക്കെ, അപ്പം സാധാരണ ആൾക്കാർക്ക് മാം ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് EFT ആണ്, നമ്മളെ പോലത്തുള്ളവർക്ക് EFT ആണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ഇമോഷണൽ ഫ്രീഡം ടെക്നിക് അല്ലേ? അതല്ലേ മാം ഉദ്ദേശിക്കുന്നത്? കാരണം അത് നമുക്ക് ഒരാളല്ലാതെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് നമ്മൾ സ്പെസിഫിക് എന്തെങ്കിലും കണ്ടീഷൻസിനെ പിക്ക് ചെയ്തെടുത്ത് തോട്ട് ഫീൽഡ് എന്നാ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് എടുക്കുമ്പോൾ മേ ബി ആ ഇരിക്കുന്ന പേർക്ക് ട്രിഗറിങ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ മാം, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല സെഷൻ ആയിരുന്നു, വെരി നൈസ്, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാം. സ്റ്റെഫി മാം, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ റെക്കോർഡിംഗ് കേട്ടാൽ ഒന്നും കൂടി നിങ്ങൾക്ക് അത് ഒന്നും കൂടി സ്റ്റേറ്റ്മെന്റിന്റെ അതിന്റെ ഒപ്പം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ എന്തായാലും നാളെ മോർണിംഗ് ഒക്കെ എന്തായാലും ഞാൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഇടാം കേട്ടോ. തീർച്ചയായിട്ടും ഇടും. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മീനിങ് സെഷൻ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ലൈഫ് തന്നെ മാറും ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് മാം. ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തതാ. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും EFT രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുക്ക് നമുക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യാൻ EFT ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് EFT ചെയ്യാം. നമ്മുടെ ഡെഫിനറ്റ്ലി അതിന്റെ ബിഹേവിയർ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെ ഈ ഒരു ത്രൂ EFTയിലൂടെ? ഇപ്പൊ നമുക്ക് 15 വരുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിൽ ചക്രാസിന് ബ്ലെൻഡഡ് ഫോമിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഓരോ ചക്രാസിലും EFT എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം, എന്തൊക്കെ റിമൂവ് ചെയ്യാം, എന്തൊക്കെ ആഡ് ചെയ്യാം, ഇതറിയാൻ വേണ്ടിയിട്ട് EFTയുടെ ഒരു ബ്ലെൻഡിങ് ഫോമാറ്റിലാണ് ഇപ്രാവശ്യത്തെ ഹീൽ ദ ഹീലർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പറ്റുന്നവർ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചക്രാസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒന്ന് ഡെപ്തിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ EFT കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. സ്റ്റേറ്റ്മെന്റ്സിന്റെ സ്ക്രിപ്റ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. മാമിന്റെ ക്ലാസ് ആക്ച്വലി നമ്മള് മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ അത്രയും വിജിലന്റ് ആയിട്ട് ഇരിക്കണം. ജസ്റ്റ് അങ്ങോട്ട് ശ്രദ്ധ പോയാൽ മിസ്സായി പോവും. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? ദയവായിട്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, Okay, ma'am. Thank you. Thank you, ma'am. Good night. ഗുഡ് നൈറ്റ്. Thank you, ma'am. താങ്ക് യു.
Good night.